ചെയ്തതിലും കൂടുതൽ കാര്യങ്ങളാണ് ഇനിയും ചെയ്യാനായിട്ട് കിടക്കുന്നത്. പറഞ്ഞു വന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നും തന്നെ അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി തയ്യാറെടുത്ത് വന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഈ ട്രീ ഇതിനകത്ത് പകുതിയും വർക്കുകൾ ഇനിയും ചെയ്യാൻ കിടപ്പുണ്ട്. പിന്നെ ഒരു 2 മാസം മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഭരണിയാണ് കേട്ടോ. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുന്തിരി വൈനില്ലേ, അതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെന്ന് വെച്ചാലും നമുക്ക് അതിനുള്ള സമയം ഇല്ല. അങ്ങോട്ട് നോക്കിയാൽ 4-5 ദിവസം കൂടിയേ ഉള്ളൂ മാക്സിമം ക്രിസ്മസ്. ഒരു കുഞ്ഞു ഫാമിലിക്ക് വേണ്ട വൈൻ കിട്ടാനൊക്കെ ഈ ഒരു ഭരണി ധാരാളമാണ്. ഈ ഭരണി ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് കാരണം ഈ ഭരണിയുടെ അടപ്പ് കണ്ടോ, അടപ്പിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് നല്ല പരന്ന് പ്ലെയിൻ ആയിട്ടുള്ളതായതുകൊണ്ട് ഈ കുഴിവും കട്ടിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാനും ഉണക്കാനും സൂക്ഷിക്കാനൊക്കെ സ്റ്റാർ ഇട്ടിട്ടേ ഇല്ല. ഒരു സ്റ്റാർ പള്ളിയിൽ കൊടുക്കാനായിട്ടാണ്, ഒരെണ്ണം നമ്മുടെ വീട്ടിൽ തൂക്കാനായിട്ടും. ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരാം. നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. അപ്പോൾ നമുക്ക് തീരാത്ത ജോലികളൊക്കെ സൺഡേയിൽ ചെയ്ത് തീർക്കും. നിങ്ങളുടെ തയ്യാറെടുപ്പുകളും അതുപോലെ ഒരുക്കങ്ങളും ഒക്കെ എവിടം വരെയായി ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളത്? എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എന്നറിയാം. എന്നാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല. ഇപ്പോൾ കാണുന്നത് വൈകുന്നേരം തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള സീനാണ് കേട്ടോ. മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മുന്തിരി വാങ്ങിക്കാനായിട്ട് ബേക്കറിയിൽ നിന്നപ്പോഴത്തേക്കാണ് അവിടെ പാക്കറ്റ് ബണ്ണിരിക്കുന്നത്. പെട്ടെന്നാണ് എനിക്ക് ബൺ മസ്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല. ബണ്ണ്, ബട്ടർ, മിൽക്ക് മെയ്ഡ് ഈ 3 സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ചായക്ക് കടിയായിട്ട് ബൺ മസ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ ആ കറക്റ്റായിട്ടൊന്നും മെൽറ്റ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി കുറച്ചായിട്ട് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കാണ് നല്ല ലൂസായിട്ട് നമുക്ക് ക്രീമി ആയിട്ട് ഇങ്ങനെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയത്. ബലൂൺ വിസ്ക് ആണ് ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂള്. ഒരു പാക്കറ്റിൽ 4 എണ്ണം വരുന്ന 30 രൂപയുടെ ഒരു പാക്കറ്റ് ബണ്ണ്, 75 രൂപയുടെ 100 ഗ്രാമിന്റെ സാൾട്ടഡ് ബട്ടർ, 190 ഗ്രാം വരുന്ന 84 രൂപയുടെ മിൽക്ക് മെയ്ഡ്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ ഒരു 189 രൂപയായി കേട്ടോ ഈ മസ്ക ഉണ്ടാക്കാനായിട്ട്, ഈ ബൺ മസ്ക ഉണ്ടാക്കാൻ. ഇതിൽ ആ 4 ബണ്ണിൽ തേക്കാനായിട്ട് നമുക്ക് 100 ഗ്രാമിന്റെ ഫുൾ ബട്ടർ വേണം. പിന്നെ മിൽക്ക് മെയ്ഡ് അത്രയും വേണ്ട കേട്ടോ, ഒരു 1/4. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കുന്നതായിരിക്കും കേട്ടോ ഭേദം. ഞാനിങ്ങനെ മധുരം നോക്കിയാണ് ചേർത്തത്, അപ്പോൾ എനിക്ക് ഒരുപാട് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടതായിട്ട് വന്നില്ല. വേറെ ഫ്ലേവറോ എസൻസോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ക്രീം റെഡി ആയിട്ടുണ്ടെങ്കിൽ ബണ്ണെടുത്ത് നടുവേ മുറിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഒരു പിശുക്കും കൂടാതെ അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ ഒരു കടി കടിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാനും മാത്രം ഒരു ടേസ്റ്റ് തോന്നി. രണ്ടാമത്തെ ബൈറ്റിൽ ആ ടേസ്റ്റിൽ എനിക്ക് തോന്നി ഇതൊരു കിടുക്കാച്ചി സംഭവമാണെന്ന്. മസ്കയുടെ കൂടെ ഇറാനി ചായ ആണെന്നാണ് പൊതുവേ നമ്മൾ ട്രെൻഡിൽ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് മധുരം ഒത്തിരി ഞാൻ മധുരപ്രിയ അല്ലാത്തതുകൊണ്ട് ഞാൻ മധുരം ഇടാത്ത കട്ടൻ ചായയാണ് കേട്ടോ. എനിക്കത് അങ്ങ് നല്ല കോമ്പിനേഷനായിട്ട് തോന്നി. ചെറിയ ചൂടോടെ മധുരം ഇടാത്ത കട്ടൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് ഇതൊരു സൂപ്പർ സംഭവമായിട്ട് തോന്നി. 984 സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. 16 പേരൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1K ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.